In this video we will discuss about neuroglia. The central nervous system tissues can be divided into two groups. The first group is neuron, that is a functional unit of central nervous system, and the other one is neuroglia, that is a supporting cells. So in this video we will see what is neuroglia. Then it is also called glial cells or glia. നിങ്ങൾ പഠിക്കും അല്ലേ, നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ പഠിക്കും ഗ്ലയൽ സെൽ കാർസിനോമ എന്നൊക്കെ പഠിക്കും. അത് ഇതിനെ ന്യൂറോഗ്ലിയയ്ക്ക് പറയുന്ന അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സെൽസിന് വരുന്ന ക്യാൻസറിനാണ് ഗ്ലയൽ സെൽ കാർസിനോമ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ന്യൂറോഗ്ലിയ ഓർ ഗ്ലയ ആൻഡ് ആർ സപ്പോർട്ടിംഗ് സെൽസ് പ്രസൻറ്റ് വിതിൻ ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. ഇത് ബ്രെയിനിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും ഉണ്ട്. പിന്നെ മീൻസ് ദിസ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂറോഗ്ലിയ ഈസ് മോർ ദാൻ ദി ന്യൂറോൺ. അതെന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത് ഫോർ എവരി 10 ന്യൂറോഗ്ലിയ ദർ വിൽ ബി 1 ന്യൂറോൺ. അതാണ് 10:1 ആണ് അതിൻ്റെ റേഷ്യോ. ദെൻ ഇത് ന്യൂറോണിൽ നിന്നുള്ള ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ആക്സോൺസ്. മനസ്സിലായി, ഇറ്റ് ഹാസ് only one പ്രോസസ്സേ ഉള്ളൂ, അതായത് ഡെൻഡ്രൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ ആക്സോൺ. അതാണ് ന്യൂറോഗ്ലിയയും ന്യൂറോണും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. So now we will see the types of neuroglia. Already നമ്മൾ പറഞ്ഞു neuroglia is present in the central nervous system and also in the spinal cord and peripheral nervous system. Okay, peripheral nervous system. So in the central nervous system the main type of neuroglia are ependymous cells, oligodendrocytes, astrocytes and microglia. In the peripheral nervous system there are two types of neuroglia, that is the satellite cells and Schwann cells. നമ്മൾ ഈ Schwann സെൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ, ന്യൂറോൺസ് പഠിച്ചപ്പം we have discussed that it is the means it forms the myelin sheath. മനസ്സിലായല്ലോ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ the myelin sheath is formed by the oligodendrocytes. Okay, now we will see about each type. The first one, that is the ependymal cells. So it is present in the central nervous system. So the shape, it is usually cube shaped. So you can see the shape of these ependymal cells in this diagram. So it is cube shaped and it forms the lining of the ventricles of brain and spinal column. അവിടെയാണ് കാണപ്പെടുന്നത്. എന്താണ് വെൻട്രിക്കിൾസിൻ്റെ ലൈനിങ്ങിലും അതുപോലെ തന്നെ സ്പൈനൽ കോളത്തിൻ്റെ ലൈനിങ്ങിലും. ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് CSF ആണ്. അതുകൊണ്ട് ഇറ്റ് ഹാസ് ഗോട്ട് എ സീലിയ. ദാറ്റ് ഈസ് ദി സീലിയ ഹെൽപ്സ് ടു ഫെസിലിറ്റേറ്റ് ദി സർക്കുലേഷൻ ഓഫ് CSF. സോ അത് ഡയഗ്രത്തിൽ കാണാം അല്ലേ, ഇത് ക്യൂബ് ഷേപ്ഡ് ആണ്. ഇതിന് സീലിയ ഉണ്ട് എപ്പൻഡൈമസ് സെൽസിൽ. അപ്പം ഈ സീലിയയാണ് ഈ മീൻസ് CSFൻ്റെ ഫ്ലോയെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വി വിൽ സി, ദാറ്റ് ഈസ് ദി ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. So when you learned about neuron, you have learned that this oligodendrocyte that forms the means myelin sheath. So ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന pear shaped cells ആണ് with a few process. They form the myelin sheath in the central nervous system and this myelin sheath helps to speed up the transmission of electrical signals in the neuron. അതാണ് ഈ myelin sheathൻ്റെ പ്രധാന ഫങ്ഷൻ. ആൻഡ് ഇറ്റ് ഹാസ് നോ റോൾ ഇൻ റീജനറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ദിസ് ബ്രെയിൻസ് ന്യൂറോൺ വന്നു കഴിഞ്ഞാൽ ആ റീജനറേഷൻ ചെയ്യാനായിട്ട് ഇത് ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇറ്റ് ഫോംസ് ദി മൈലിൻ ഷീത്ത്. നമ്മളതിൻ്റെ ഷേപ്പ് കണ്ടു. ഓക്കെ, ഇതാണ് പിയർ ഷേപ്പിലാണ്. പിന്നെ ഇത് റീജനറേഷൻ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. ആകെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്പീഡ് അപ്പ് ദി ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻ ദി ന്യൂറോൺ. Next we will see about the next type in the central nervous type of neuroglia in the central nervous system is astrocytes. So ഇതിന് ഒരു സ്റ്റാർ ഷേപ്ഡ് സെൽസ് ആണ്. You can see the astrocytes in this one. So the shape is star shaped. Okay, so and there are two types of astrocytes, that is the fibrous astrocyte and protoplasmic astrocytes. These protoplasmic astrocytes are seen in the gray matter and fibrous are seen in the white matter. So the means protoplasmic astrocytes that is seen in the gray matter and the fibrous are seen in the white matter. And ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ഇറ്റ് പ്രൊവൈഡ്സ് ദി സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് പ്രൊവൈഡ്സ് എനർജി ടു മീറ്റ് ദി മെറ്റാബോളിക് നീഡ്സ് ആൻഡ് ഓൾസോ ദേ ആർ റെഗുലേറ്റേഴ്സ് ഓഫ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്രെയിൻ നമുക്കറിയാം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതിന് വൺസ് ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് അത് റിക്കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ബ്രെയിന് ഒരു ഇൻഫെക്ഷനിൽ നിന്നും അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസിൽ നിന്നും അല്ലെങ്കിൽ കെമിക്കൽസിൽ നിന്നും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ്
ബ്ലഡ് ബ്രെയിൻ ബാരിയർ അത് ഫോം ചെയ്യാനായിട്ട് ഈ ആസ്ട്രോസൈറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഈസ് മൈക്രോഗ്ലിയ. അത് ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ന്യൂറോഗ്ലിയൽ സെൽസ്. സോ ദിസ് ഈസ് ദി മൈക്രോഗ്ലിയ. So you can see the microglia, that is the smallest one. This pink one means blue one is the microglia. Okay. Now the cells body is flattened ആയിട്ടുള്ള സെൽ ബോഡിയാണ്, ആൻഡ് they have short processes ഉണ്ട്, ആൻഡ് they are frequently associated with the capillaries ആയിട്ടാണ് അസോസിയേഷൻ. ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ബ്രെയിനിൽ മീൻസ് സ്പൈനൽ കോഡിന് വരുവാണെങ്കിൽ ആ ഇൻഫെക്ഷനിൽ നിന്ന് അതിനെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. ആൻഡ് വളരെ സ്മോളാണ്, അതുകൊണ്ട് ദേ ആർ ഏബിൾ ടു മൈഗ്രേറ്റ്. അതിന് പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് സാധിക്കും, അതുപോലെ പ്രോഡിഫറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫാഗോസൈറ്റോസിസ് ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള മൈക്രോഗ്ലിയയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെക്കുറിച്ചായിരുന്നു? ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ന്യൂറോഗ്ലിയ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. നൗ വി വിൽ സീ ദ പ്രസൻറ്റ് ദാറ്റ് ഈസ് ഇൻ ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. രണ്ട് തരമാണ്, ഒന്ന് സാറ്റലൈറ്റിക് സെൽസും ദാറ്റ് ഈസ് സ്കാവൻ സെൽസും. These satellite cells, they are very small cells and it surround the neurons in sensory, sympathetic and parasympathetic ganglia. മനസ്സിലായല്ലോ, അത് വളരെ ചെറുതായിട്ടുള്ള സെൽസാണ്, സ്മോൾ സെൽസാണ്. എവിടെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? സെൻസറി നെർവസ് സിസ്റ്റത്തിലും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലും പാരാസിമ്പത്തറ്റിക് ഗാംഗ്ലിയയിലൊക്കെയാണ് ഇത് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. നമുക്കത് കാണാം ഈ പിക്ചറിൽ എന്താണെന്നുള്ളത്. ഓക്കെ, ഇതാണ് സാറ്റലൈറ്റിക്. മനസ്സിലായല്ലോ, സാറ്റലൈറ്റിക് സെൽസ് ആണ് ഇത്. ദെൻ ഓക്കെ, ദെൻ ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദി എക്സ്റ്റേണൽ കെമിക്കൽ എൻവയോൺമെൻറ്റ്. മനസ്സിലായല്ലോ, പുറമേയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കെമിക്കൽ എൻവയോൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. അപ്പം നമ്മൾ സെൻസേഷൻസൊക്കെ അറിയാനായിട്ട് കെമിക്കൽസൊക്കെ ആയിട്ട് കോൺടാക്റ്റ് വരുമല്ലോ, അപ്പം അതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? സാറ്റലൈറ്റിക് സെൽസാണ്. പിന്നെ ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനുമായിട്ട് സിമിലറാണ്? ആസ്ട്രോസൈറ്റ്സിൻ്റെ ഫംഗ്ഷനുമായിട്ട് സിമിലറാണ്. എന്തായിരുന്നു ആസ്ട്രോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എനർജിയെ മീറ്റ് ചെയ്യാനായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്ത ബ്ലഡ് ബ്രെയിൻ ബാരിയർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ ഏകദേശം സെയിം ഫംഗ്ഷനാണ് എന്തിനുള്ളത്? സാറ്റലൈറ്റിക് സെൽസും ഉള്ളത്. ദേ ആർ വെരി ഹൈലി സെൻസിറ്റീവ് ടു ഇഞ്ചുറി ആൻഡ് ഇൻഫ്ലമേഷൻ ആൻഡ് അപ്പിയർ ടു കോൺട്രിബ്യൂട്ട് ടു ദ പാത്തോളജിക്കൽ സ്റ്റേറ്റ് സച്ച് ആസ് ക്രോണിക് പെയിൻ. മനസ്സിലായല്ലോ, അപ്പം ഇത് വളരെ സെൻസിറ്റീവാണ്. ഇപ്പോൾ ഇതിനെന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ ദ പേഴ്സൺ വിൽ ബി സഫറിങ് ഫ്രം ക്രോണിക് പെയിൻ. ക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് സംതിങ് ദാറ്റ് ലാസ്റ്റ് മോർ ദാൻ 3 months നമ്മൾ അല്ലെങ്കിൽ അത്രയും കൂടുതൽ നേരം ലോങ് ടൈം സഫർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രോണിക്. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ക്രോണിക് പെയിൻ. ദെൻ നെക്സ്റ്റ് കോവാൻ സെൽസ്. ഓൾറെഡി നമുക്കറിയാം ഇതിൻ്റെ എന്താ പ്രധാന ഫംഗ്ഷൻ എന്തുവാണ്? ദാറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത് ഇൻ ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. ദെൻ അത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സും ആണ്, അതുകൊണ്ട് മൈക്രോഗ്ലിയൽ സെൽസ്. ഓക്കെ, then it forms the myelin sheath in the peripheral nervous system and it actively involved in regeneration. ഇത്രയാണ് എന്ത്? ദാറ്റ് ഈസ് ന്യൂറോഗ്ലിയ. ന്യൂറോഗ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സപ്പോർട്ടിങ് സെൽസിനെയാണ് ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. അപ്പം അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും പല ടൈപ്പുകളുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്നതാണ് എപ്പൻഡൈമസ് സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയ. ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ കാണുന്നതാണ് സാറ്റലൈറ്റിക് സെൽസ് ആൻഡ് സ്കാവൻ സെൽസ്. ഓക്കെ, താങ്ക് യു.